പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പെത്തി. എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 1600 രൂപയിൽ നിന്ന് 2000 രൂപയാക്കി സാമൂഹിക ക്ഷേമ പെൻഷൻ ഉയർത്തിയത് കഴിഞ്ഞ ദിവസമാണ്. സ്ത്രീകൾക്കായി പ്രത്യേക പെൻഷൻ പദ്ധതിയും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഈ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ. ഇതിനായി 3800 കോടി രൂപയായിരിക്കും സർക്കാർ ചിലവിടുക. നിലവിൽ ഒരു സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെയും കീഴിൽ വരാത്ത 35 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് 1000 രൂപ പെൻഷൻ നൽകുന്നതാണ് പുതിയ പദ്ധതി. 33 ലക്ഷം സ്ത്രീകൾക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ആശാവർക്കർമാരുടെ ഓണറേറിയവും ഉയർത്തിയിട്ടുണ്ട്. 1000 രൂപയുടെ വർധനവാണ് ഓണറേറിയത്തിൽ വരുത്തിയിരിക്കുന്നത്. യുവാക്കൾക്കായി പുതിയ സ്കോളർഷിപ്പ് പദ്ധതിയും മുഖ്യമന്ത്രി അവതരിപ്പിച്ചു. പ്രതിമാസം 1000 രൂപയാണ് യുവാക്കൾക്ക് ലഭിക്കുക. പ്രതിവർഷം 1 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ളവരാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആവുക. ഇതിനൊപ്പം കുടുംബശ്രീയുടെ ADS യൂണിറ്റുകൾക്ക് 1000 രൂപ നൽകുന്ന പദ്ധതിയും അവതരിപ്പിച്ചു. പ്രീ പ്രൈമറി ടീച്ചർമാരുടെയും ഗസ്റ്റ് ലെക്ചർമാരുടെയും വേതനം വർദ്ധിപ്പിച്ചു. സർക്കാർ ജീവനക്കാരുടെ DA DR കുടിശ്ശിക 2 ഗഡു വിതരണം ചെയ്യും. കഴിഞ്ഞ മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിലെ 1600 രൂപയും പുതിയ പെൻഷനായ 2000 രൂപയും ചേർത്ത് 3600 രൂപയാണ് ഈ മാസം വിതരണം ചെയ്യുക. നിലവിൽ ഒക്ടോബർ മാസത്തിലെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ വിതരണമാണ് പുരോഗമിക്കുന്നത്. ഇതിനായി 812 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ലഭിക്കുന്നത്. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും. മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. 8.46 ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. ഇതിനാവശ്യമായ 24.21 കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട്. ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ PFMS സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക. ഈ സർക്കാർ ഇതുവരെ 43,653 കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ചിലവിട്ടത്. ഇനിയും തുക എത്തിച്ചേരാത്തവർക്കുള്ള വിതരണം നാളെ മുതൽ കൂടുതൽ സജീവമാക്കും. നിലവിൽ 1600 രൂപയാണ് ക്ഷേമ പെൻഷൻ. ഇത് 2500 രൂപയാക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ അത്രയും വലിയ വർധന അസാധ്യമാണ്. എങ്കിലും നാമമാത്രമായ വർധനയെങ്കിലും തിരഞ്ഞെടുപ്പിന് മുൻപ് വേണമെന്നായിരുന്നു CPMന്റെയും ഇടതുമുന്നണിയുടെയും ആവശ്യം. ഈ സാഹചര്യത്തിലാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് പെൻഷൻ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 400 രൂപയാണ് ഒറ്റത്തവണയായി വർദ്ധിപ്പിച്ച് 2000 രൂപയിലേക്ക് എത്തിച്ചത്. വർദ്ധിപ്പിച്ച തുക നവംബർ മാസത്തിൽ തന്നെ വിതരണം ചെയ്യാനാണ് തീരുമാനം. അടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതിനിടെയാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള നീക്കമെന്നത് ശ്രദ്ധേയമാണ്. അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനും ആലോചനയുണ്ട്. ക്ഷേമ പെൻഷൻ 2500 രൂപയിലേക്ക് ക്രമാനുഗതമായി ഉയർത്തിക്കൊണ്ടുവരുമെന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ LDF വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇത് നടപ്പാക്കാൻ ആയില്ല. എങ്കിലും വർധന പരിഗണനയിൽ ഉണ്ട് എന്ന് തന്നെയാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഇനി ഒരു മാസത്തെ കുടിശ്ശിക മാത്രമാണ് ശേഷിക്കുന്നത്. ഇതോടൊപ്പം സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനും നിർണായക പ്രഖ്യാപനങ്ങൾ ഉടൻ ഉണ്ടാകും. ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശികയിൽ ബാക്കിയുള്ള 2 ഗഡുക്കൾ PFൽ ലയിപ്പിച്ചേക്കും. ശമ്പള പരിഷ്കരണത്തിന് കമ്മീഷനെ നിയോഗിക്കാനും ധാരണയായിട്ടുണ്ട്. 2 മാസമായിരിക്കും കമ്മീഷന്റെ കാലാവധി. 2 മാസത്തിനകം ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കണം. സർക്കാർ ജീവനക്കാരുടെ DA വർധന നടപ്പാക്കാനും തീരുമാനമുണ്ട്. 2023 ജനുവരിയിൽ ലഭിക്കേണ്ട DA വർധനയായിരിക്കും നൽകുക. 2019 കുടിശ്ശികയായ 2 ഗഡു അടുത്ത ജനുവരിയിൽ നൽകാനും തീരുമാനമായിട്ടുണ്ട്. നിലവിൽ സർക്കാർ ജീവനക്കാരുടെ 17% DA കുടിശ്ശികയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന സർക്കാർ ജനകീയ പ്രഖ്യാപനങ്ങൾക്ക് ഒരുങ്ങുന്നു. ക്ഷേമ പെൻഷൻ തുകയിൽ വർധന, സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള DA കുടിശ്ശിക വിതരണം, ശമ്പള പരിഷ്കരണം തുടങ്ങിയവയാണ് പ്രധാനമായും സർക്കാരിന്റെ പരിഗണനയിൽ ഉള്ളത്. ധനവകുപ്പിന്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിനോടകം തന്നെ ഇത് സംബന്ധിച്ച നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടെങ്കിലും LDF പ്രകടന പത്രികയിൽ നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റാനുള്ള നീക്കത്തിൽ തന്നെയാണ് സർക്കാർ. പ്രകടന പത്രികയിൽ ക്ഷേമ പെൻഷൻ 2500 ആക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും നിലവിലെ സാമ്പത്തിക സ്ഥിതി വെച്ച് 400 രൂപ വർദ്ധിപ്പിച്ച് 2000ത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്.
നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് 500 രൂപ കൂടി വർദ്ധിപ്പിച്ച് അത് 2500-ലേക്കും എത്തിച്ചേക്കാം. നിലവിൽ 62 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്കാണ് തുക വിതരണം ചെയ്യുന്നത്. ഈ നടപടികളെല്ലാം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കുമെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്നാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റെ നിലപാട്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാർ ജീവനക്കാർക്കും സർവീസ്, ക്ഷേമ പെൻഷൻകാർക്കും മറ്റു വിവിധ മേഖലകളിലെ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാൻ സർക്കാർ ഒരുങ്ങുന്നു. ശമ്പള പെൻഷൻ പരിഷ്കരണം, ക്ഷേമ പെൻഷൻ വർധന, DA കുടിശ്ശികയുടെ ഒരു പങ്ക്, ആശാവർക്കർമാർക്ക് ഓണറേറിയം വർധന തുടങ്ങിയവയാണ് പ്രഖ്യാപിക്കുന്നത്. സർക്കാർ കാലാവധി പൂർത്തിയാക്കാൻ 6 മാസത്തോളം മാത്രമാണ് ബാക്കി. എന്നിട്ടും ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രഖ്യാപിക്കാത്തതിന്റെ പേരിൽ ഭരണപക്ഷ സർവീസ് സംഘടനകൾ വലിയ പ്രതിഷേധം നേരിടുന്നുണ്ട്. പ്രതിപക്ഷ സംഘടനകൾ അടിക്കടി സമരം നടത്തുന്നുണ്ട്. സർക്കാർ പ്രഖ്യാപനങ്ങൾ തങ്ങളുടെ സമ്മർദ്ദത്തിന്റെ കൂടി ഫലമായിട്ടാണെന്ന് വരുത്താൻ CPM അനുകൂല സർവീസ് സംഘടനകൾ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, DA കുടിശ്ശിക അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടന്നത്. 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ നിയമനം അതിവേഗം റിപ്പോർട്ട് വാങ്ങി ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ നടപ്പാക്കിയേക്കാം. 1600 രൂപ ക്ഷേമ പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് വിതരണം ചെയ്യും. ജീവനക്കാർക്ക് 17% DA കുടിശ്ശികയാണ്. ഇതിൽ 2023 ജനുവരിയിൽ പ്രഖ്യാപിക്കേണ്ടിയിരുന്ന 4% അനുവദിച്ചേക്കാം. ഭിന്നശേഷി സംവരണ വ്യവസ്ഥകൾ മൂലമുള്ള എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമന പ്രതിസന്ധി പരിഹരിക്കാനുള്ള പ്രഖ്യാപനവും പ്രതീക്ഷിക്കാം. ആശാവർക്കർമാരുടെ ഓണറേറിയം വർധന സർക്കാരിന്റെ പരിഗണനയിൽ ആണ്. ജീവനക്കാരുടെ കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശികയിൽ 2 ഗഡുക്കൾ ബാക്കിയാണ്. അത് പ്രൊവിഡന്റ് ഫണ്ടിൽ ലയിപ്പിക്കുന്ന തീയതി പ്രഖ്യാപിച്ചേക്കാം. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുമെന്നും കഴിഞ്ഞ 2 ബജറ്റുകളിൽ പ്രഖ്യാപിച്ചെങ്കിലും നടപ്പാക്കിയില്ല. പകരം ശമ്പളത്തിന്റെ പകുതിയെങ്കിലും പെൻഷൻ ലഭിക്കുന്ന അഷ്വേർഡ് പെൻഷൻ പദ്ധതി കൊണ്ടുവരുമെന്ന പ്രഖ്യാപനം ആവർത്തിക്കാനാണ് സാധ്യത. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പെൻഷൻ സുരക്ഷ നൽകാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സർക്കാർ പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന. അടൽ പെൻഷൻ യോജനയുടെ പുതിയ രജിസ്ട്രേഷൻ ഫോമും പരിഷ്കരിച്ച ഫീസ് ഘടനയും അവതരിപ്പിച്ച് സർക്കാർ. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് 2025 ഒക്ടോബർ 1 മുതലാണ് ഇവ പ്രാബല്യത്തിൽ വന്നത്. എല്ലാ പോസ്റ്റ് ഓഫീസുകളോടും പുതിയ നിയമങ്ങൾ പ്രദർശിപ്പിക്കാനും പുതിയ ഫോം മാത്രം എൻറോൾമെന്റിനായി ഉപയോഗിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. പുതിയ ഫോമിനൊപ്പം പദ്ധതിയുടെ ഫീസ് ഘടനയിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. വാർഷിക മെയിൻ്റനൻസ് ചാർജുകൾ ബാങ്ക് ബാലൻസ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. 2 ലക്ഷം വരെയുള്ള ബാലൻസിന് 100 രൂപ, 50 ലക്ഷത്തിന് മുകളിലുള്ള ബാലൻസിന് 500 രൂപ എന്നിങ്ങനെയാണ് ഫീസ്. ട്രാൻസാക്ഷൻ ചാർജുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് സർക്കാർ പിന്തുണയുള്ള പദ്ധതിയായതിനാൽ വിശ്വസനീയമായി കണക്കാക്കപ്പെടുന്നു. 60 വയസ്സിന് ശേഷം ഈ പദ്ധതി പെൻഷൻ നൽകുന്നു. വാസ്തവത്തിൽ അടൽ പെൻഷൻ യോജന ഇന്ത്യ ഗവൺമെന്റ് നടത്തുന്ന ഒരു പദ്ധതിയാണ്. ഇതൊരു നിക്ഷേപ പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം നിങ്ങളുടെ പ്രായത്തെ അടിസ്ഥാനമാക്കി നിങ്ങൾ തുടക്കത്തിൽ പ്രതിമാസ പ്രീമിയം അടക്കണം. 60 വയസ്സിന് ശേഷം നിങ്ങൾക്ക് 1000 രൂപ മുതൽ 5000 രൂപ വരെ പ്രതിമാസ പെൻഷനും ലഭിക്കും. ഈ സ്കീമിൽ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് 18 വയസ്സ് പ്രായമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതിമാസ പ്രീമിയം 210 രൂപയായിരിക്കും. 60 വയസ്സിന് ശേഷം നിങ്ങൾക്ക് 5000 രൂപ പ്രതിമാസ പെൻഷനും ലഭിക്കും. അടൽ പെൻഷൻ യോജനയ്ക്ക് അപേക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ അതിന് യോഗ്യതയുള്ളൂ. കൂടാതെ 18നും 40നും ഇടയിൽ പ്രായമുള്ളവർക്ക് മാത്രമേ ഈ സ്കീമിന് അപേക്ഷിക്കാൻ കഴിയൂ. നിങ്ങൾ ഈ പ്രായത്തിൽ കുറവോ അതിൽ കൂടുതലോ ആണെങ്കിൽ നിങ്ങൾ അയോഗ്യരായിരിക്കും. അടൽ പെൻഷൻ യോജനയ്ക്ക് അപേക്ഷിക്കുന്നതിന് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ബാങ്ക് ശാഖ സന്ദർശിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ KYC പ്രോസസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ബാങ്ക് ഓഫീസറെ കാണുക. തുടർന്ന് സ്കീം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യപ്പെടും. കൂടാതെ നിങ്ങൾ ഒരു പെൻഷൻ പ്ലാൻ തിരഞ്ഞെടുക്കേണ്ടി വരും. എല്ലാ മാസവും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് പ്രീമിയം കുറവ് വരുത്തും. ഈ പദ്ധതി പ്രകാരം 60 വയസ്സിന് ശേഷം നിങ്ങൾക്ക് 1000 രൂപ മുതൽ 5000 രൂപ വരെ പ്രതിമാസ പെൻഷനും ലഭിക്കും. PF അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർണായക തീരുമാനവുമായി EPFO. ജീവനക്കാരുടെയും തൊഴിലുടമകളുടെയും വിഹിതം ഉൾപ്പെടെ PF അക്കൗണ്ടിൽ അർഹമായ മുഴുവൻ തുകയും പിൻവലിക്കാൻ EPFO അനുവദിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന CBTയുടെ 238ാമത് യോഗത്തിലാണ് തീരുമാനം. കേന്ദ്ര തൊഴിൽ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. നേരത്തെ തൊഴിലില്ലായ്മയോ വിരമിക്കലോ ഉണ്ടായാൽ മാത്രമേ പൂർണ്ണമായ പിൻവലിക്കൽ അനുവദിച്ചിരുന്നുള്ളൂ. അംഗത്തിന് 1 മാസം ജോലിയില്ലാതെ കഴിയേണ്ടി വന്നാൽ PF ബാലൻസിന്റെ 75%വും 2 മാസത്തിന് ശേഷം ബാക്കി 25%വും പിൻവലിക്കാൻ അനുവാദമുണ്ടായിരുന്നു. എന്നിരുന്നാലും വിരമിക്കുമ്പോൾ പൂർണ്ണതുക പരിധിയില്ലാതെ പിൻവലിക്കാൻ അനുവദിച്ചിരുന്നു.
സാധാരണ രീതിയിൽ അനുവദനീയമായ പരമാവധി പിൻവലിക്കൽ അർഹമായ തുകയുടെ 90% ഭൂമി വാങ്ങുന്നതിനോ പുതിയ വീടിന്റെ നിർമ്മാണത്തിനോ EMI തിരിച്ചടവിനോ വേണ്ടി ഭാഗികമായി പിൻവലിക്കൽ നടത്തുകയാണെങ്കിൽ EPF അംഗങ്ങൾക്ക് അവരുടെ EPF അക്കൗണ്ടിലുള്ള അർഹമായ തുകയുടെ 90% വരെ പിൻവലിക്കാൻ അനുവാദമുണ്ടായിരുന്നു. ഇതാണിപ്പോൾ 100% ആക്കിയത്. 13 സങ്കീർണമായ വ്യവസ്ഥകളെ ലയിപ്പിച്ചുകൊണ്ട് പിൻവലിക്കൽ വ്യവസ്ഥകൾ ലളിതമാക്കാൻ CBT തീരുമാനിച്ചു. വിദ്യാഭ്യാസ ചിലവിനായുള്ള പിൻവലിക്കൽ പരിധി 10 തവണ വരെയാക്കി. നേരത്തെ ഇത് 3 തവണയായിരുന്നു. വിവാഹാവശ്യത്തിന് 5 തവണ വരെ പണം പിൻവലിക്കാം. നേരത്തെ ഇത് 3 തവണ മാത്രമാണ് അനുവദിച്ചിരുന്നത്. എല്ലാ ഭാഗിക പിൻവലിക്കലുകൾക്കും മിനിമം സേവനത്തിന്റെ ആവശ്യകത ഏകീകൃതമായി 12 മാസമായി ചുരുക്കി. പ്രത്യേക സാഹചര്യങ്ങൾ എന്ന വിഭാഗത്തിൽ ഭാഗികമായി പണം പിൻവലിക്കുന്നതിനുള്ള കാരണങ്ങൾ വ്യക്തമാക്കേണ്ടതില്ല എന്നതാണ് മറ്റൊരു സുപ്രധാന തീരുമാനം. PF ഇടപാടുകൾ കൂടുതൽ സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായി ഒറ്റ ലോഗിനിലൂടെ പ്രധാനപ്പെട്ട എല്ലാ ഇടപാടുകളും നടത്താനുള്ള സംവിധാനവും പ്രഖ്യാപിച്ചു. ഈ സംവിധാനത്തിലൂടെ മെമ്പർമാർക്ക് അവരുടെ സംഭാവന, പിൻവലിച്ച തുക, ബാലൻസ് തുടങ്ങിയവ വളരെ ലളിതമായ രീതിയിൽ അറിയാൻ സാധിക്കും. പല സൈറ്റുകളിൽ ലോഗിൻ ചെയ്യുകയും മറ്റ് സൈറ്റുകളിലേക്ക് റീഡയറക്റ്റ് ചെയ്യുകയും ചെയ്ത് ഇടപാടുകാരെ വലക്കുന്ന പഴയ സംവിധാനത്തിന് ഇതോടെ വിരാമമാകും. ഇടപാടുകാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ സംവിധാനം. 2014 മുതൽ 2025 വരെയുള്ള EPFOയുടെ വളർച്ചയുടെ കണക്കുകൾ മന്ത്രി അവതരിപ്പിച്ചു. 3.26 നിന്ന് 11 വർഷം കൊണ്ട് 7.83 കോടിയായാണ് മെമ്പർഷിപ്പ് വളർന്നത്. ഇക്കാലയളവിലെ ക്ലെയിമുകൾ 1.23 കോടിയിൽ നിന്ന് 6.02 കോടിയായാണ് വളർന്നത്. പെൻഷൻകാരുടെ എണ്ണത്തിൽ 73.69% വർധനയാണ് ഇക്കാലയളവിൽ ഉണ്ടായത്. നേരത്തെ ഉദ്യോഗസ്ഥർ വഴി മാത്രം ലഭിച്ചിരുന്ന ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, അനക്സർ K എന്നിവ ഇനി നേരിട്ട് ഡൗൺലോഡ് ചെയ്യാം. ട്രാൻസ്ഫർ, സെറ്റിൽമെന്റ്, അഡ്വാൻസ്, റീഫണ്ട് എല്ലാം ഇനി എളുപ്പമാകും. ഇതിന് നേരത്തെ സീനിയർ ഉദ്യോഗസ്ഥന്മാരുടെ അംഗീകാരം വേണമായിരുന്നു. ശമ്പളത്തിന് ആനുപാതികമായ ഉയർന്ന PF പെൻഷന് അപേക്ഷ നൽകിയവരിൽ 4/1 പേർക്ക് മാത്രമേ അതിന് അർഹതയുള്ളൂ എന്ന് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷന്റെ കണക്ക്. രാജ്യത്താകമാനം ഈ മാസം 1 വരെ ലഭിച്ച 17.49 ലക്ഷം അപേക്ഷകളിൽ 10.83 ലക്ഷവും അയോഗ്യമാണെന്ന് വിവരാവകാശ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് വ്യക്തമാക്കിയത്. തൊഴിലുടമകൾ ഹയർ ഓപ്ഷൻ അംഗീകരിച്ച് EPFOയിലേക്ക് തിരികെ നൽകാത്തതിനാൽ നേരത്തെ 2.24 ലക്ഷം അപേക്ഷകൾ ഒഴിവാക്കിയിരുന്നു. ഇതോടെ ഉയർന്ന പെൻഷന് യോഗ്യത നേടുന്നവരുടെ എണ്ണം 4.5 ലക്ഷത്തിൽ താഴെയായി ചുരുങ്ങും. ജീവനക്കാരുടെ PF ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിന് സ്വന്തമായി PF ട്രസ്റ്റുകൾ രൂപീകരിച്ചിട്ടുള്ള ഭൂരിഭാഗം സ്ഥാപനങ്ങളിലെയും ജീവനക്കാരുടെ അപേക്ഷകൾ കൂട്ടത്തോടെ നിരസിച്ചതാണ് അയോഗ്യരായവരുടെ എണ്ണം ഇത്രയും വർദ്ധിക്കാൻ കാരണം. ഈ വിഭാഗത്തിൽ നിന്ന് 9 ലക്ഷത്തിലേറെ അപേക്ഷകളാണ് ഉണ്ടായിരുന്നത്. ഈ ജീവനക്കാർക്ക് അനുകൂലമായി സുപ്രീം കോടതി വിധി ഉള്ളതാണ്. അന്തിമമായി കോടതി വിധി അംഗീകരിക്കേണ്ടി വന്നാൽ നിരസിച്ച അപേക്ഷകളിൽ ഭൂരിഭാഗവും EPFO വീണ്ടും പരിഗണിക്കേണ്ടി വരും. കെട്ടിട നിർമ്മാണ തൊഴിലാളി ബോർഡ് അംഗങ്ങൾക്കുള്ള പെൻഷൻ കുടിശ്ശികയുടെ പകുതി തീർക്കാൻ 500 കോടി KSFയിൽ നിന്ന് കടമെടുക്കും. 16 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ട്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. സ്ഥിരപ്പെടുത്തുന്നതിലെ അധിക ബാധ്യതയടക്കം അറിയിക്കാനാണ് നിർദ്ദേശം. പെൻഷൻ എന്തുകൊണ്ട് വൈകുന്നുവെന്നും സ്ഥിരപ്പെടുത്തൽ പ്രാബല്യത്തിലായാൽ പെൻഷൻ വിതരണത്തെ ബാധിക്കുമോ എന്നും സർക്കാർ വിശദീകരിക്കണം. ബോർഡിലെ പ്രതിസന്ധിയുടെ പേരിൽ 16 മാസത്തെ പെൻഷൻ കുടിശ്ശികയുള്ള സാഹചര്യത്തിലാണ് 293 പേരെ സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നാണ് ഹർജിയിലെ വാദം. നിലവിൽ ജനകീയ പദ്ധതികളുമായി കളം നിറയാനുള്ള ശ്രമത്തിലാണ് പിണറായി സർക്കാർ. 2021 തുടർഭരണം സമ്മാനിച്ചതിൽ ഏറെ നിർണായകമായത് ക്ഷേമ പെൻഷനായിരുന്നു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പെൻഷൻ കുടിശ്ശികയായതിന്റെ പേരിൽ സർക്കാർ വലിയ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. എന്നാൽ നിലവിൽ കുടിശ്ശികയില്ലാതെ പെൻഷൻ അതാതു മാസം തന്നെ നൽകാൻ പ്രത്യേക ശ്രദ്ധയാണ് പിണറായി സർക്കാർ പുലർത്തുന്നത്. KSEB ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത, ക്ഷാമാശ്വാസ കുടിശ്ശികയും ഈ മാസം തന്നെ വിതരണം ചെയ്യും. ക്യാൻസർ രോഗികൾക്ക് ചികിത്സാർത്ഥമുള്ള യാത്ര സൗജന്യമാക്കി KSRTC. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നിയമസഭയിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. സൂപ്പർഫാസ്റ്റ് മുതൽ താഴേക്കുള്ള എല്ലാ ബസ്സുകളിലും ക്യാൻസർ ചികിത്സക്കായി പോകുന്ന എല്ലാ രോഗികൾക്കും യാത്ര സൗജന്യമായിരിക്കും. രോഗികൾ അവരുടെ സ്ഥലത്ത് നിന്ന് ആശുപത്രികളിലേക്ക് കീമോക്കും റേഡിയേഷനും പോകുമ്പോഴുള്ള യാത്രയാണ് സൗജന്യമാക്കിയത്. സ്വകാര്യ ആശുപത്രികളിലേക്ക് ചികിത്സക്ക് പോകുന്നവർക്കുൾപ്പെടെ ഇത് ബാധകമായിരിക്കും.
PF മിനിമം പെൻഷൻ 1000 രൂപയിൽ നിന്ന് 2500 രൂപയായി വർദ്ധിപ്പിച്ചേക്കും. 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പ്രതീക്ഷ. എംപ്ലോയീസ് പെൻഷൻ സ്കീമിന് കീഴിലുള്ള മിനിമം പെൻഷൻ നിലവിൽ മാസം 1000 രൂപയാണ്. 2014 വർഷത്തിലാണ് ഈ തുക നിലവിൽ വന്നത്. അതായത് ഒരു പതിറ്റാണ്ടിനുപുറം EPFO മിനിമം പെൻഷൻ മാറ്റമില്ലാതെ തുടരുകയാണ്. ഇതുകൂടി കണക്കിലെടുത്ത് ഇത്തവണ പെൻഷൻ വർദ്ധിപ്പിച്ച് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ പണപ്പെരുപ്പ നിരക്കുകളുമായി തട്ടിക്കുമ്പോൾ 1000 രൂപ പെൻഷൻ വളരെ കുറവാണെന്ന് വിവിധ തൊഴിൽ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഈ തുക വർദ്ധിപ്പിക്കണമെന്നത് വിവിധ ട്രേഡ് യൂണിയനുകൾ, പെൻഷൻകാർ അടക്കമുള്ളവരുടെ കാലങ്ങളായുള്ള ആവശ്യമാണ്. എംപ്ലോയീസ് പെൻഷൻ സ്കീം പ്രകാരം പെൻഷൻ തുക 7500 രൂപയിലേക്ക് വർദ്ധിപ്പിക്കണമെന്നാണ് വിവിധ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. അതേസമയം ഇപ്പോഴത്തെ നിലയിൽ നിന്ന് ഒറ്റത്തവണയായി 7.5 മടങ്ങ് പെൻഷൻ വർധന വരുത്താൻ CBT തയ്യാറായേക്കില്ല. പകരം തുക 2500 രൂപ വരെ വർദ്ധിപ്പിക്കാനാണ് സാധ്യത. ഈ മാസം മുതൽ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കും. 1042 കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചത്. ഒരു ഗഡു കുടിശ്ശിക വിതരണത്തിന് 824 കോടി രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതോടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കുകയാണെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളെല്ലാം സമയബന്ധിതമായി നൽകുമെന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. കേന്ദ്ര സർക്കാരിന്റെ നയസമീപനങ്ങളുടെ ഭാഗമായി 2023-24 സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനം നേരിടേണ്ടി വന്ന കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് ക്ഷേമ പെൻഷൻ 5 ഗഡു കുടിശ്ശികയായത്. അവയുടെ വിതരണത്തിനായുള്ള സമയക്രമം 2024 ജൂലൈ മാസത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതനുസരിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷം കുടിശ്ശികയുടെ 2 ഗഡുക്കൾ നൽകി. ഈ സാമ്പത്തിക വർഷത്തിന്റെ പകുതിയിൽ തന്നെ ബാക്കിയുള്ളതിൽ 2 ഗഡുക്കളുടെയും വിതരണം പൂർത്തിയാക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് അവസാന ഗഡു കുടിശ്ശികയും നൽകുന്നത്. ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിതമുള്ളത് 8.46 ലക്ഷം പേർക്ക് മാത്രമാണ്. കേന്ദ്ര സർക്കാരിൽ നിന്ന് ശരാശരി 300 രൂപ വരെയാണ് വ്യക്തികൾക്ക് ലഭിക്കുന്നത്. ഇതിലും 400 കോടിയിൽ അധികം രൂപ കേരളത്തിന് തരാനുണ്ട്. ഈ തുക കൂടി സംസ്ഥാന സർക്കാർ മുൻകൂർ നൽകുന്നുവെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. 2025 നവംബർ മാസത്തെ റേഷൻ വിതരണം ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ കാലയളവിലെ വൈദ്യുതിയുള്ള വീടുകളിലെ മഞ്ഞ കാർഡിന് 1 ലിറ്റർ മണ്ണെണ്ണയും മറ്റ് കാർഡുകൾക്ക് 1/2 ലിറ്റർ വീതം മണ്ണെണ്ണയും, വൈദ്യുതിയില്ലാത്ത വീടുകളിലെ കാർഡുകൾക്ക് 6 ലിറ്റർ വീതം മണ്ണെണ്ണയും ലഭിക്കുന്നതാണ്. എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള 2025 നവംബർ മാസത്തെ റേഷൻ വിഹിതം നോക്കാം. മഞ്ഞ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായും 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും 1 കിലോ പഞ്ചസാര 27 രൂപക്കും ലഭിക്കും. പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 4 കിലോ കുറച്ച് അതിനു പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. നീലക്കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. വെള്ളക്കാർഡിന് 5 കിലോ അരി കിലോക്ക് 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കുന്നതാണ്. അന്ത്യോദയ അന്ന യോജന വിഭാഗത്തിലെ മഞ്ഞ കാർഡുകാർക്കും കുടുംബത്തിലെ അംഗസംഖ്യ അനുസരിച്ച് റേഷൻ വിഹിതം നൽകാൻ കേന്ദ്ര നീക്കം. കാർഡിലെ ഓരോ അംഗത്തിനും പ്രതിമാസം 7.5 കിലോ ധാന്യം വീതം നൽകാനാണ് കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയത്തിന്റെ നീക്കമെന്നാണ് വിവരം. തിരിമറിയും ദുരുപയോഗവും തടയാനും അർഹരായവർക്ക് കൂടുതൽ വിഹിതം നൽകാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി. മഞ്ഞ കാർഡിന് പ്രതിമാസം 35 കിലോ ധാന്യമാണ് നിലവിൽ സൗജന്യമായി നൽകുന്നത്. 1-2 അംഗങ്ങൾ മാത്രമുള്ള കാർഡുകാർക്കും ഇത് കിട്ടും. അംഗസംഖ്യ കണക്കാക്കി ധാന്യം നൽകിയാൽ കൂടുതൽ പേരുള്ള കുടുംബങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് കേന്ദ്ര നിലപാട്. നിലവിൽ പിങ്ക്, നീല കാർഡുകാർക്ക് അംഗങ്ങളുടെ എണ്ണമനുസരിച്ചാണ് വിഹിതം നൽകുന്നത്. ഇതേ മാതൃകയാകും മഞ്ഞ കാർഡിനും സ്വീകരിക്കുക. ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കിയതോടെയാണ് AAY വിഭാഗത്തിന് പ്രതിമാസം 35 കിലോ ധാന്യം നൽകാൻ തീരുമാനിച്ചത്. ആളെണ്ണം കണക്കാക്കിയുള്ള റേഷൻ നടപ്പാക്കണമെങ്കിൽ നിയമം ഭേദഗതി ചെയ്യണം. ഒരാൾ മാത്രമുള്ള മഞ്ഞക്കാർഡിന് പ്രതിമാസം 35 കിലോ ധാന്യം നൽകുന്നതിൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം സംസ്ഥാനത്തെ നേരത്തെ തന്നെ അതൃപ്തി അറിയിച്ചിരുന്നു. അതിനാൽ തന്നെ കൂടുതൽ അംഗങ്ങളുള്ള അർഹരായ കുടുംബങ്ങളെ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്താനായിരുന്നു കേന്ദ്ര നിർദ്ദേശം. എന്നാൽ AAY മാനദണ്ഡമനുസരിച്ച് ഇത്തരം ഗുണഭോക്താക്കളെ കണ്ടെത്താനായില്ല. KSEB ജീവനക്കാർക്ക് ക്ഷാമബത്ത നൽകാൻ അനുമതിയായി. 2023 7% DA കുടിശ്ശിക നൽകാൻ അനുമതി നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. ജീവനക്കാർക്ക് ക്ഷാമബത്ത നൽകാൻ സർക്കാർ അനുമതി നൽകാത്തതിനെതിരെ അസോസിയേഷൻ പ്രതിഷേധിച്ചിരുന്നു. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നൽകുന്നത് വേഗത്തിലാക്കുക എന്നതായിരുന്നു
വേണമെന്നതായിരുന്നു പ്രധാനമായ ആവശ്യം. ഇതിനെ തുടർന്നാണ് സർക്കാരിന്റെ അനുമതി. 2023 ജനുവരിയിലെ 4% ജൂലൈ മാസത്തെ 3% ചേർത്ത് 7% ക്ഷാമബത്ത 2 ഗഡുക്കളായിട്ട് നൽകാനാണ് തീരുമാനം. അതോടൊപ്പം തന്നെ സമരം തുടരുന്ന INTUC, CLTU സംയുക്ത സമരസമിതിയുമായി ചർച്ച നടത്താനും വൈദ്യുത മന്ത്രി സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. നവംബർ 3 വൈകിട്ട് ചർച്ച നടത്തും. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് 1000 രൂപ പെൻഷൻ പ്രഖ്യാപിച്ച് സർക്കാർ. നിലവിൽ ഏതെങ്കിലും സാമൂഹിക ക്ഷേമ പെൻഷൻ ലഭിക്കാത്ത മഞ്ഞ, പിങ്ക് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കാണ് പ്രതിമാസം 1000 രൂപ വീതം നൽകുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്. പ്രതിമാസം 1000 രൂപയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്ത്രീകൾക്ക് കൂടുതൽ ക്ഷേമം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ക്ഷേമ പെൻഷനുകളിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെയുള്ള വനിതകൾക്കും പ്രതിമാസം സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്കും പ്രതിമാസം 1000 രൂപ നൽകുമെന്ന് അറിയിച്ചു. യുവതലമുറക്കായും നിരവധി പദ്ധതികളാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുവതലമുറക്ക് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ്, ജോലി ലഭിക്കാൻ സാമ്പത്തിക സഹായം എന്നിങ്ങനെയുള്ള പദ്ധതികൾക്കും തുടക്കമാകും. പ്രതിവർഷം കുടുംബ വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ള 5 ലക്ഷം യുവതീ യുവാക്കൾക്ക് ഇതിന്റെ ഗുണഭോക്താക്കളാകാൻ സാധിക്കും. ഇതിനായി പ്രതിവർഷം സർക്കാർ 600 കോടി രൂപ ചിലവഴിക്കേണ്ടി വരും. സംസ്ഥാന സർക്കാർ പുതിയ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചതോടെ ഓരോ വീട്ടിലേക്കും മാസം 6000 മുതൽ 7000 രൂപ വരെ എത്തുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രഖ്യാപനങ്ങൾ പൂർത്തീകരിക്കാൻ മാത്രം ഈ വർഷം 10000 കോടി രൂപ അധികം വേണ്ടിവരും. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് 3800 കോടി രൂപയും സാമൂഹിക ക്ഷേമ പെൻഷൻ വർധനയ്ക്ക് 2800 കോടി രൂപയും യുവതലമുറക്ക് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിന് 600 കോടി രൂപയും ഉൾപ്പെടെയാണിത്. സാമ്പത്തിക വർഷത്തിന്റെ പകുതിയോളം കാലം അവശേഷിക്കെ നടപ്പിലാക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള പദ്ധതികളാണ് പറഞ്ഞിട്ടുള്ളത്. സംസ്ഥാനത്തെ ഒരു സാധാരണ കുടുംബത്തിലെ 3 തലമുറയിൽപ്പെട്ട ആളുകളിലേക്കും സർക്കാരിന്റെ ക്ഷേമ പരിപാടികൾ നേരിട്ടെത്തുകയാണ്. ഇതിനു പുറമെ സർക്കാർ നടത്തുന്ന വിപണി ഇടപെടലിന്റെ ഭാഗമായി വിലക്കുറവിന്റെ നേട്ടവും കുടുംബ ബജറ്റിൽ പ്രതിഫലിക്കും. ഉപരോധ സമാനമായ നീക്കങ്ങളിലൂടെ കേന്ദ്രം സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കുന്നതിനിടെയാണ് ക്ഷേമ പരിപാടികളുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത്. സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ന്യായമായ നികുതി വിഹിതവും അർഹമായ കടമെടുപ്പ് പരിധിയും കേന്ദ്രം വെട്ടിക്കുറച്ചു. ഇതിലൂടെ ഓരോ വർഷവും കേരളത്തിന് ലഭിക്കേണ്ട 50,000 കോടി രൂപയെങ്കിലും നിഷേധിക്കപ്പെട്ടുവെന്നും മന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ച സാമ്പത്തിക ഉപരോധത്തിനിടയിലും സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും ചേർത്തുപിടിച്ച് സംസ്ഥാന സർക്കാർ 4% DA DR കുടിശ്ശിക നവംബറിൽ വിതരണം ചെയ്യും. ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 3-4 ഗഡുക്കളും ഈ സാമ്പത്തിക വർഷം നൽകും. 4% DA കുടിശ്ശിക നൽകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 920 രൂപ അടുത്ത മാസത്തിലെ ശമ്പളത്തിൽ അധികം ലഭിക്കും. ശമ്പള പരിഷ്കരണത്തിന്റെ 3-4 ഗഡുക്കൾ ലഭിക്കുമ്പോൾ ശരാശരി ഒരു ജീവനക്കാരന് 30,000 രൂപ ലഭിക്കും. ഈ വർഷം ഏപ്രിൽ മാസം മുതൽ സെപ്റ്റംബർ മാസങ്ങളിലും ഓരോ ഗഡു അനുവദിച്ചിരുന്നു. 3% വീതമാണ് നൽകിയത്. നവംബറിൽ നൽകുക 4%. ഇതോടെ അവസാന 8 മാസങ്ങളിൽ 10% DA DR വർധനയാണ് നടപ്പാക്കിയത്. ഇനി 5 ഗഡുവാണ് കുടിശ്ശിക. ഒന്നാം പിണറായി സർക്കാരാണ് 2021 ഫെബ്രുവരിയിൽ 16% DA DR ഒരുമിച്ച് നൽകി കുടിശ്ശിക പൂർണ്ണമായും തീർത്തത്. കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് 3 ഗഡു ക്ഷാമബത്ത വെട്ടിക്കുറച്ചു. പല സംസ്ഥാനങ്ങളും ഇത് പിന്തുടർന്നപ്പോൾ കേരളം അതുൾപ്പെടെ അനുവദിച്ചു. 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 3-4 ഗഡുക്കളാണ് ഈ സാമ്പത്തിക വർഷം നൽകുക. 2026 ഏപ്രിൽ 1 ശേഷം ഇത് PFൽ ലയിപ്പിക്കും. PF ഇല്ലാത്തവർക്ക് പണമായി 2026 ഏപ്രിൽ 1 ശേഷം നൽകും. ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 1-2 ഗഡുക്കൾ ഈ വർഷം നൽകിയിരുന്നു. സ്ത്രീകൾക്കുള്ള പെൻഷനും കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിനും പൊതുവായ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ അന്തിമമായിട്ടില്ല. വിതരണ സംവിധാനത്തെക്കുറിച്ചും തീരുമാനിക്കണം. ഇവക്ക് അന്തിമ രൂപം നൽകി തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് മുൻപ് തന്നെ ആനുകൂല്യങ്ങൾ നൽകാനാണ് ശ്രമം. വർദ്ധിപ്പിച്ച പ്രകാരമുള്ള ക്ഷേമ പെൻഷൻ ഈ മാസം തന്നെ വിതരണം ചെയ്യാനാണ് തീരുമാനം. ക്ഷേമ പെൻഷൻ 1600 രൂപയായിരുന്നപ്പോഴുള്ള ഒരു മാസത്തെ തുക ഇനിയും കുടിശ്ശികയാണ്. അതും ഈ സാമ്പത്തിക വർഷം തന്നെ നൽകുമെന്ന് ധനവകുപ്പ് അധികൃതർ അറിയിച്ചു. ശേഷിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ പരിഷ്കരണവും പങ്കാളിത്ത പെൻഷൻ പദ്ധതിയുടെ പ്രഖ്യാപിക്കലുമാണ്. ഇത് സംബന്ധിച്ച കണക്കുകൂട്ടലുകളും നടക്കുന്നുണ്ട്. ശമ്പള കമ്മീഷനെ നിയമിച്ചാൽ കൂടുതൽ സമയം വേണ്ടിവരുമെന്നതിനാൽ ഉദ്യോഗസ്ഥ തല സമിതി മതിയോ എന്നും ആലോചനയുണ്ട്. ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചെങ്കിലും ബജറ്റിൽ ഇനിയും കൂട്ടണമെന്ന് LDFൽ ആവശ്യം ഉയർന്നിട്ടുണ്ട്. ആശാ വർക്കർമാർക്കുൾപ്പെടെയുള്ള സ്കീം തൊഴിലാളികൾക്ക് നൽകുന്ന
വേതനം വർഷങ്ങളായി കൂട്ടിയിട്ടില്ല. ഇപ്പോൾ 1000 രൂപ വീതമാണ് ഇവർക്ക് കൂട്ടിയത്. ഇത് പോരെന്നും കൂടുതൽ കൂട്ടണമെന്നും CPMന്റെ ഭാഗമായ സംഘടനകളിൽ നിന്നും സമ്മർദ്ദമുണ്ട്. ജനുവരിയിൽ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഇതെല്ലാം പരിഗണിക്കാമെന്നാണ് ഇവരെ അറിയിച്ചിട്ടുള്ളത്. സമൂഹത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരിന്റെ കൈത്താങ്ങ് എന്ന നിലയിലാണ് ക്ഷേമ പെൻഷനുകൾ പോലുള്ള പദ്ധതികൾ മഹത്തായ കാര്യമായി പരിഗണിക്കപ്പെടുന്നത്. ഉൽപാദനക്ഷമമല്ലാത്ത കാര്യങ്ങൾക്ക് പണം മുടക്കുന്നത് സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കും എന്നൊക്കെയുള്ള ചില സിദ്ധാന്തങ്ങൾക്ക് എതിരായി നിൽക്കുന്നുണ്ടെങ്കിലും സാമൂഹിക സുരക്ഷ ഒരു ജനാധിപത്യ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്ന നിലയിൽ ക്ഷേമ പദ്ധതികൾക്ക് ന്യായീകരണമുണ്ട്. ചെറുതാണെങ്കിലും ഓരോ മാസവും സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായം കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട്. അത് മുടങ്ങുമ്പോൾ അവരുടെ ജീവിതം തന്നെയാണ് പ്രതിസന്ധിയിൽ ആവുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷനുകൾ കക്ഷി രാഷ്ട്രീയമായി ബന്ധപ്പെട്ടും ഏറെ പ്രാധാന്യമുള്ളതാണ്. ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ അടയാളമായി ഇത്തരം സഹായങ്ങളെ കാണുന്നത് സ്വാഭാവികം. സർക്കാരിന്റെ ഔദാര്യം എന്ന നിലയിലല്ല, ജനങ്ങളുടെ അവകാശം എന്ന നിലയിൽ തന്നെ വേണം ഇത്തരം പദ്ധതികളെ കാണുന്നതിന്. തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ മുൻപിൽ കണ്ട് എന്ന വിശേഷണം ഒപ്പമുണ്ടെങ്കിലും ക്ഷേമ പെൻഷൻ വർധനയടക്കം സംസ്ഥാന സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് പ്രയോജനം ചെയ്യുമെന്നതിനാൽ ഹാർദവമായി സ്വാഗതം ചെയ്യപ്പെടേണ്ടതുണ്ട്. ക്ഷേമ പെൻഷൻ 1600 രൂപയിൽ നിന്ന് 2000 രൂപയാണ് ഉയർത്തിയത്. 2000 എന്നത് ഇന്നത്തെ കാലത്ത് വലിയ തുകയല്ല. പക്ഷേ ഒറ്റത്തവണയായി 400 രൂപ കൂട്ടി എന്നത് വലിയ കാര്യം തന്നെയാണ്. പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണത്തിലും വലിയ വർധന ഉണ്ടായിട്ടുണ്ട്. ഇന്ന് 62 ലക്ഷം പേർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ടെന്നാണ് സർക്കാരിന്റെ കണക്ക്. അതിൽ നിന്ന് തന്നെ ഈ പദ്ധതിയുടെ പ്രാധാന്യം വ്യക്തമാവുന്നുണ്ട്. മറ്റൊരറിയിപ്പ്, സാമ്പത്തിക ഇടപാടുകളിൽ പാൻ കാർഡ് വളരെ പ്രധാനപ്പെട്ട രേഖയാണ്. ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കൽ, ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നത് വലിയ ഇടപാടുകൾ നടത്തുന്നതിന് പാൻ കാർഡ് നിർബന്ധമാണ്. എന്നാൽ ആധാർ പാൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ പാൻ കാർഡ് പ്രവർത്തനരഹിതമാകും. പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 2025 ഡിസംബർ 31. അതിനുള്ളിൽ ആധാർ കാർഡ് ബന്ധിപ്പിച്ചില്ലെങ്കിൽ 2026 ജനുവരി 1 മുതൽ പാൻ കാർഡ് അസാധുവാകും. നിങ്ങളുടെ പാൻ കാർഡ് ആധാറുമായി എത്രയും വേഗം ബന്ധിപ്പിക്കേണ്ടതാണ്. വാണിജ്യാവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചു. നവംബർ 1 മുതൽ 19 കിലോ സിലിണ്ടറിന്റെ വിലയിലാണ് കുറവ് വന്നിട്ടുള്ളത്. എന്നാൽ 14 കിലോഗ്രാം ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി 50 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഒഴിവാക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങളെ സഹായിക്കാനാണ് തുക ഉപയോഗിക്കുക. വനിതാ ഉപഭോക്താക്കൾക്ക് 10% വിലക്കുറവിൽ സാധനങ്ങൾ നൽകാൻ സപ്ലൈകോ. സബ്സിഡി ഇതര സാധനങ്ങളുടെ വിലക്കുറവ് നവംബർ 1 മുതൽ നിലവിൽ വരുമെന്ന് മന്ത്രി GR അനിൽ അറിയിച്ചു. സപ്ലൈകോ നിലവിൽ സാധനങ്ങൾക്ക് നൽകുന്ന വിലക്കുറവിന് പുറമെയാണ് വനിതാ ഉപഭോക്താക്കൾക്കുള്ള ഈ ഓഫറുകൾ. വിവിധ ഓഫറുകളും പദ്ധതികളും നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് മന്ത്രി അറിയിച്ചു. 250 കോടി രൂപ പ്രതിമാസ വിറ്റുവരവ് ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. സപ്ലൈകോയിൽ വരുന്ന ഉപഭോക്താക്കൾക്ക് പ്രിവിലേജ് കാർഡ് ഏർപ്പെടുത്തും. ഇതിലൂടെ കൂടുതൽ ഓഫറുകളും സബ്സിഡികളും ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം. 14 ജില്ലകളിലും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ കൊണ്ടുവരും എന്നിങ്ങനെയുള്ള പദ്ധതികളാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ചികിത്സാ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിന്റെ 2ാം ഘട്ടത്തിന് ഉടൻ ഉത്തരവിറങ്ങും. ജീവനക്കാരും പെൻഷൻകാരും നൽകേണ്ട പ്രതിമാസ പ്രീമിയം 810 രൂപയായി നിശ്ചയിച്ചു. നിലവിലെ ഏജൻസിയായ ഓറിയന്റൽ ഇൻഷുറൻസ് തന്നെ 2ാം ഘട്ടത്തിലും മെഡിസെപ്പ് നടത്തും. ആദ്യഘട്ടത്തിൽ 500 രൂപയായിരുന്നു പ്രീമിയം. ഇത് ടെൻഡർ നടപടിക്ക് വിധേയമായി 750 രൂപയായി ഉയർത്താൻ മന്ത്രിസഭ തീരുമാനിച്ചു. 750 രൂപ പ്രീമിയത്തിൽ മെഡിസെപ്പ് ഏറ്റെടുക്കാൻ കമ്പനികൾ തയ്യാറായില്ല. 875 രൂപയായിരുന്നു കുറഞ്ഞ തുകയായി പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി KN ബാലഗോപാലുമായി നടന്ന ചർച്ചയിൽ 810 രൂപ പ്രീമിയമായി അംഗീകരിക്കാൻ തീരുമാനമായി. ഈ തുക മന്ത്രിസഭയിലുണ്ടായ ധാരണയേക്കാൾ കൂടുതലായതിനാൽ ഇനിയും മന്ത്രിസഭ അംഗീകരിക്കേണ്ടി വരും. നവംബർ 1 മുതൽ പുതിയ പദ്ധതി തുടങ്ങേണ്ടതിനാൽ ഉടൻ ഉത്തരവിറക്കി പിന്നീട് മന്ത്രിസഭയുടെ അംഗീകാരം തേടാനാണ് സാധ്യത. ഇൻഷുറൻസ് കവറേജ് 3 ലക്ഷം രൂപയിൽ നിന്ന് 5 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്.
പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്ക് പലപ്പോഴും തുക കുറയുന്നതായുള്ള പരാതികൾ ഉയരുകയാണ്. ഈ സാഹചര്യത്തിൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന അറിയിപ്പ് കൂടി വന്നിരിക്കുകയാണ്. 10 വർഷം പൂർത്തിയായ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും നിർബന്ധമായും KYC പുതുക്കണമെന്നും അല്ലാത്ത പക്ഷം പണം പിൻവലിക്കൽ അടക്കം ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെടുമെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. പെൻഷൻ, ശമ്പളം, മറ്റു ആനുകൂല്യങ്ങൾ എന്നിവയെത്തുന്ന ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കേരളത്തിൽ 57 ലക്ഷം അക്കൗണ്ടുകളാണ് KYC കാലാവധി കഴിഞ്ഞതായി കണ്ടെത്തിയിരിക്കുന്നത്. KYC പുതുക്കാത്തതിന്റെ പേരിൽ ഇതിനകം തന്നെ ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. 2014-15 കാലയളവിൽ വിവിധ സബ്സിഡികൾക്കും മറ്റു ആനുകൂല്യങ്ങൾക്കുമായി എടുത്തിട്ടുള്ള അക്കൗണ്ടുകളാണ് KYC പുതുക്കലിൽ പിന്നിലുള്ളത്. നടപടികൾ പൂർത്തിയാക്കിയില്ല എങ്കിൽ സബ്സിഡി തുകയടക്കം പിൻവലിക്കാനാകാത്ത സാഹചര്യമുണ്ടാകും. ഫോട്ടോ, ആധാർ കാർഡ്, പാൻ കാർഡ് എന്നിവ നൽകിയാണ് KYC പുതുക്കേണ്ടത്. മിനിമം ബാലൻസ് തുകയില്ലാത്ത അക്കൗണ്ടുകളിലേക്ക് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ നിശ്ചിത തുക ബാങ്ക് ഈടാക്കാനും സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഗുണഭോക്താക്കൾ എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ്. വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.